നമ്മളിത് പ്രാങ്ക് ഷോയുമായിട്ട് നിൽക്കുന്നത് ആലപ്പുഴ ജില്ല കുറ്റിമുക്ക് പൂന്തറ എന്ന സ്ഥലത്താണ്. അതെ, വഴിയെ നടന്നു പോകുന്ന ഒരു ലേഡിക്ക് എന്തെങ്കിലും അസുഖമാണ് എന്ന് പറഞ്ഞൊരു കടയിൽ കയറിയാൽ അവിടെയുള്ളവർ തീർച്ചയായും സഹായിക്കും. അതേസമയം ലഹരി ഉപയോഗിച്ചിട്ടാണ് അവിടെ വന്നതെങ്കിലോ ഇതുപോലെയൊക്കെ സംഭവിക്കും. ചായ ഉണ്ടോ? ചായ ഉണ്ടോ? ഒരു ലൈറ്റ് ചായ. എന്താ മധുരം എനിക്ക് കുടിച്ചൂടെ? എന്ത് മധുരം എനിക്ക് കുടിച്ചൂടെ? മധുരം ഉള്ളത് വരണം. അല്ല, മധുരം വേണം അതല്ലേ? അല്ല, കാണാം, ഈ വയസ്സായവരെ കാണുമ്പോൾ നിങ്ങളെല്ലാം ചോദിക്കണ ഒരു കാര്യമുണ്ട്, മധുരം വേണോ മധുരം വേണോ? എല്ലാവർക്കും ഷുഗർ എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. തിരക്ക് തിരക്ക് എന്ന് പറഞ്ഞ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ആ, അങ്ങനെ ഞാൻ വെച്ച് ഇവിടെ ആള് കൂടുതലാണ്, ആണ് തിരക്ക് തിരക്കും. ആ, ഒന്ന് ഉപ്പേരി ഇടാൻ പോണോ? ചേച്ചിയാ, ഉപ്പേരി ഇടാൻ പോണോ? കിലോ എത്ര? കിലോ എത്ര? വീടാ? വീട് കുറച്ച് ദൂരാ. ഞാനിവിടെ ഈ റോഡിന്റെ പണിക്കൊക്കെ വന്ന്. ഇനി ഇവിടെ ഇപ്പം വെട്ടി കുഴിക്കുമല്ലോ. ആ, ഒന്നുകൂടെ കുഴിക്കും. അതൊന്നും കുഴിച്ചാൽ ശരിയായില്ല. ഇവന്മാരെ കുഴപ്പത്തില്ല. ഓ, റോഡ് ഇപ്പം ആ, അതാണ്. അപ്പൊ കുഴിക്കും. ടാറിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോ അവര് കുഴിക്കും. പണി മോളിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. വയ്യ വയ്യ. ഓ, കസേര വേണം. മോളിട്ടെ, മോളിട്ടെ, അങ്ങോട്ടിട്ട. പനിയാണോ? വെള്ളം എന്തല്ലോ? വെള്ളം സോഡ വേണോ? വെള്ളം വേണോ? മോര് വല്ലതും ഉണ്ടോ? സംഭാരം ഇല്ല. എന്താ പറ്റിയത്? തല ചുറ്റി വണ്ടിയിൽ കൊണ്ടുവന്നത്. അപ്പോഴേക്കും എന്റെ വണ്ടിയിൽ കൊണ്ടുവന്നത്. ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ മറിഞ്ഞു പറഞ്ഞു പോകും പോലെ. വണ്ടി എന്താ ചെയ്ത്? വണ്ടി ഞാൻ അവിടെ ഒതുക്കി വെച്ചു. ഈ കൊണ്ടുവരാൻ പറ്റാത്തോണ്ട് അടുത്ത് കട ഉണ്ടെന്ന്. വെള്ളം മാറ്റി കൊടു. എന്താ വെള്ളം വേണം? ഈ വെയിലേ, ഇവിടുത്തെ വെയില് കൊണ്ടതായിരിക്കും, മനസ്സിലായില്ലേ? ബാക്കി ഒരു വെള്ളം കിട്ടിയാൽ മതി. മോരില്ല. ചായ വേണ്ട? ചായ കുടിക്കില്ലേ? ചായ വേണ്ട, ചായ വേണ്ട. ചായ കുടിക്കൂല. തണുത്ത വെള്ളം വേണോ? സോഡ വേണോ? സോഡ മതി. തണുത്ത സോഡ വേണോ? ഓ, സോഡ വെച്ച്. ഈ വെയിലൊക്കെ കൊള്ളാൻ തുടങ്ങി. നിങ്ങൾ എവിടെ ഉള്ള? ഞങ്ങള് ഇവിടെ അടൂര്. എവിടെ ഉള്ള? അടൂരുള്ള. അടൂര്. അയ്യോ, നമ്മള് കുറച്ച് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പൊ ഇവിടെ തൂക്കുപാലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങിയത്. അപ്പൊ ഞങ്ങൾ അടൂരിന്ന് വരണത്. ഒത്തിരി നേരത്തെ പോയത്. ഞങ്ങൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയത്. തൂക്കുപാലമൊക്കെ കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയത്. കണ്ണി കണ്ടൊക്കെ വലിച്ചു കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ കേൾക്കൂല. അല്ല, ഇത് മാറിക്കോളും. കുറച്ച് വെയിലടിച്ച് കറങ്ങി വണ്ടിയിൽ പോയപ്പോഴേ ചൂടടിച്ചിട്ട് വെയില് കറങ്ങിപ്പോയി. വേണ്ടല്ലോ. നീ പോണോ ചേച്ചി? ഒന്ന് പിടിക്കോ ചേച്ചി? നീ പോണോ? അല്ല, ഒന്ന് കഴിച്ചിട്ട്. ഓക്കെ ഓക്കെയോ? എന്ത് പറ്റി? ഇരിക്കാൻ പറ്റുന്നുണ്ടോ?
പറഞ്ഞാ കേക്കൂല. വലിച്ചു വാരി എന്തൊക്കെ തിന്നിട്ട്. ആ നിന്റെ അച്ഛൻ വലിച്ചു വാരി കഴിക്കുന്നത്. ചേച്ചി ഇവിടുന്ന് ഒന്ന് വരൂ. ഇവിടുന്ന് ഈ തൂക്കുപാലത്തേക്ക് ദൂരം അത് തന്നെ എത്ര ദൂരമുണ്ട്? 3-4 കിലോമീറ്റർ ഉണ്ട്. ഇനി തൂക്കാലത്ത് പോണോ? ഇനി പറ്റത്തില്ല. അവള് കുറച്ചേരം ഇരിക്കുമ്പോഴേ ശരിയാവും. എഴിച്ചാ വീഴും. ഇപ്പൊ വരാം, വണ്ടി എടുത്തിട്ട് വരാം. വണ്ടി എടുത്തിട്ട് ഇപ്പൊ വരാം. വെള്ളം വെച്ചേക്ക്, വെള്ളം വേണേ കുടിച്ചു. നീ കൊണ്ടുപോകും. വണ്ടി എവിടെ ഇരിക്കണം? ഇവിടെ പോവാ ഇതിനെ വെച്ചിട്ട്. എടുത്തോ അവിടെന്തോ വണ്ടി എടുത്താൽ വണ്ടി വെച്ചാൽ പോകാൻ പറ്റുമോ? അവരെന്തേലും ചെയ്തിട്ട് ചേക്ക് എന്തോ വേണം? ചേടാ തലകറക്കമില്ലേ? അത് മാറും. ഛർദിക്കല്ലേ? ഛർദിക്കല്ലേ അവിടെ? കൊടുത്തത് വെള്ളം അടിച്ചിട്ടുണ്ട്. മനസ്സിലായ? വെള്ളം അടിച്ചിട്ടുണ്ട്. എനിക്ക് എടുക്കാൻ വയ്യ. അങ്ങോട്ട് കയറല്ലേ? ഇത് എവിടെ രാവിലെ ഉണ്ടാക്കേണ്ട കയറി വന്നേ? അതേനെ അത് എന്നൊന്ന് പിടിയായി നഷ്ടമൊന്നും. ഇതല്ല അവിടെ പോയോ? അയ്യോ നിങ്ങൾ എവിടുന്ന് വരുവാ? അതാ പോലീസിനെ വിളിച്ചു. എനിക്ക് മോരും വെള്ളം തരാം. മോരും വെള്ളം ഒന്നും ഇവിടെ ഇല്ല. പോലീസ് ഇവിടെ കൂടെ വന്നാലെന്ത്? അവരങ്ങ് പോയി. അപ്പെണ്ണ് അവള് വരും. എപ്പം? ഇവിടെ ഇരുത്തിയില്ല. വല്ല വേറെ വല്ല സാധനം ആയിരിക്കും. പോലീസ് വന്ന് ഇവിടുന്ന് സാധനം മാറ്റി നിന്നിട്ട് പറഞ്ഞാൽ നിങ്ങളല്ല കേട്ടാ. ചേച്ചി എനിക്ക് തന്നെ നടക്കാൻ ചേട്ടന് വേണം എന്റെ കൊണ്ട് വേണം. ചേട്ടന് വേണം എന്റെ കൊണ്ട് വേണം. എനിക്ക് വേണ്ടിട്ടല്ല. വേണോ? ഇവിടെ വന്നെല്ലാം അതല്ലേ പറ്റുന്നേ. എല്ലാരും പറ്റിയ സ്ഥലം നോക്കിട്ടാണ് അടിക്കണേ. പറ്റിയ സ്ഥലം നോക്കിയാണ് അടിക്കണേ. ഇപ്പൊ പറഞ്ഞുതരാം. അല്ലേ ഞാൻ മാത്രമാണ് വെള്ളം അടിക്കുന്ന ലോകത്ത്. നിങ്ങൾക്ക് അങ്ങോട്ട് മാറിക്കേ. ഇങ്ങോട്ടെ നിന്റെ തന്താറയാണോ ഇവിടെ? യോ പിന്നെ കാണിക്കുന്ന ഓന്നയാത്തിന് പിന്നെ ഉമ്മ കൊടുക്കണം. പിന്നെ തല കറങ്ങുന്ന പറഞ്ഞപ്പോ കസാര ചോദിച്ചു. മര്യാദയാണെങ്കിൽ മര്യാദ, തോന്നിവാസമാണെങ്കിൽ തോന്നിവാസമാ. ഞങ്ങളോട്ട് മോശമൊന്നും അല്ല. ഞാനും മോശമല്ലേ? മോശമല്ല. പനിയാന്ന് വിചാരിച്ചോണ്ട് പിടിച്ചോണ്ട് ആ പെണ്ണിട്ടിട്ട് പോയി. വല്ല കഞ്ചാവ് വല്ല ആണെങ്കിലേ ഇവിടെ നിന്ന് വാച്ചെന്ന് പറഞ്ഞ അല്ല പറയും. നിങ്ങളെന്നു പറയും. വാണാക്കലോട്ട് ഞാൻ തെളിച്ചു. അതല്ല കേറ്. ഞാനേ അവിടെ ഇരിക്കേ. ആയത്തിരിക്കത്തില്ല. അങ്ങോട്ട് മാറിയാച്ചോ. ഇറങ്ങ തന്റെ കൂടെ പോകാം. നിന്റെ കൂടെ വരാനുള്ളതല്ല ഞാൻ. എന്തോ അത് കഴിച്ചത്? എന്തുവാ നിങ്ങളെന്താ ഇങ്ങോട്ട് വരുന്നേ? എന്തോ കഴിച്ചത്? ചേട്ടന് വേണോ? എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. ശകലം വലിച്ചു. വേണ്ട വേണ്ട വേണ്ട. ശകലം വലിച്ചാ മതി. ഇപ്പൊ വരും പോലീസ് വരുമ്പോ നല്ല വലിക്കും.
വെള്ളം നിങ്ങൾക്ക് വേണോ ആണോ ആ നിങ്ങൾ ഇതിന്റെ ആളാ? അയ്യേ, വരുന്ന വഴുത്ത് കഴിക്കുന്ന പണ്ടേ ഇങ്ങോട്ട് കൊടുക്കാൻ. നിങ്ങൾ എവിടെ ഉള്ളത്? കൊള്ളാല്ല, കൊണ്ടേ കുറച്ച് കൊടുക്കാൻ. അതുകൊള്ളാല്ല. ഇതെല്ലാം ഒരു ഗ്യാങ്, ഇതെല്ലാം ഒരു ടീമാ. കണ്ടില്ലല്ലോ ചേച്ചി ആദ്യം തുറക്കുവോ? ഞാനിന്ന് ഇരുന്നോട്ടെ, എനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ. ഞാൻ അകത്ത് നിന്നെ കിടക്കാനുള്ളതല്ലോ. ഒന്ന് കിടക്കും. ഞാൻ നിശ്ചയന്റെ ഉറങ്ങി കഴിയുമ്പോ ശരിയായിക്കോളൂ. ചേച്ചിയെ കാണാൻ ഇത് ചുമ്മാ കളിക്കുന്ന സ്ഥാപനമല്ല. ഇത് ചുമ്മാ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വന്ന് കളിക്കാനുള്ള സ്ഥാപനമല്ല ഇത്. ഒരു പെണ്ണുങ്ങൾ ഉള്ളിടത്തേ വയ്യാതെ പെണ്ണുങ്ങൾ വെള്ളം അടിച്ചിട്ടില്ല, അതാണ് വയ്യാഴിക. ഞാനൊരു കാര്യം ചോദിച്ചാ, ലോകത്ത് പെണ്ണുങ്ങൾ ഞാൻ മാത്രമാണ് വെള്ളം അടിക്കണേ? ഇല്ല, നിങ്ങൾ കുറെ നേരം കൂടെ ആവുന്നുണ്ടല്ലോ. ചെറുക്കല്ലടിച്ച് കളിക്കും കേട്ടോ. ചെയ്യട്ടെ, ഞാൻ ഇത്തിരി വെള്ളം അടിച്ച് ശരി, ഓക്കെ. എനിക്ക് തന്നെ നിൽക്കാൻ വയ്യ. ഞാൻ പോയിരിക്കാം. ചെറുക്കടിച്ച് കളിക്കും കേട്ടോ. അയ്യോ, ഞാൻ കസേര കയറി കസേര എടുത്ത് തലമുറ ഇതാണൊരു കറക്കിന്റെ മേഘം, പല മനുഷ്യ പെട്ടിയിലടയ്ക്കുന്നു. എന്റെ കയ്യിൽ നടി വേണോ? അയ്യോ വേണ്ട. ഞങ്ങളുടെ മക്കളും പെങ്ങന്മാരും ഞങ്ങളുടെ എന്റെ ഭർത്താവ് പട്ടാളക്കാരന് 17 വയസ്സായപ്പോ പട്ടാളത്തിൽ പോയതാ. അന്ന് തൊട്ട് ഇഷ്ടം പോലെ കുപ്പി കൊണ്ട് ഞങ്ങൾ ഇതിനെ കുറിച്ച് ആടിയിട്ടില്ല, കുടിച്ചിട്ടില്ല. ഭക്ഷണം വന്നാൽ കുടിക്കുമോ? കുടിക്കാതെ വീട്ടിൽ പോയി കിടക്കണോ? ഇതാണൊരു കറക്കിന്റെ മേഘം, പല മനുഷ്യ പെട്ടിയിലടയ്ക്കുന്നു. ഇത്രയും കിടന്ന് പറയുന്നത് നിങ്ങൾക്കത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങളുടെ നാട്ടിൽ ആരും വെള്ളം അടിക്കാതെ പറഞ്ഞു നിന്റെ അടുത്ത് ഓവർ നിന്നോട് കുടിക്കാൻ വേണ്ട, ഞാൻ കുടിക്കും. ഇനി എന്റെ ഇരിപ്പോട്ട് ഞാൻ കുടിക്കും. കുടിച്ചിട്ട് ഞാൻ ഇവിടെ കിടന്ന് ആടും. ഞാൻ ഇവിടെ കിടന്ന് ആടും. ചെന്ന് കിട അങ്ങോട്ട്. പിന്നെ അങ്ങനെ നീ അല്ല, നീ എന്ത് ഉദ്ദേശിച്ചത് ഇവിടെ കൊണ്ടാക്കിട്ട് ഇവിടെ അല്ല ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. വണ്ടിയുടെ ഫോട്ടോ എടുക്കും, വിളിച്ച് നിങ്ങൾ എവിടെ കൊണ്ടുപോകും? ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് നീ ചേച്ചിയുടെ കയ്യിൽ ടച്ചിങ്സ് ഉള്ളത് കേറാൻ പറ്റും ഇതിലെ. പറഞ്ഞല്ലേ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റിയ കണ്ടീഷൻ അല്ല, അതുകൊണ്ടല്ലേ ഇവിടെ കിടക്കാനുള്ള സ്ഥലം വേറെ അന്വേഷിക്കണം. നിങ്ങള് വെള്ളം എടുത്തിട്ട് കിടക്കാൻ പറ്റിയ സ്ഥലം വേറെ എവിടെ അവിടെ ഉറങ്ങിയിരിക്കുമ്പോ ശരിയാവും. വീട്ടിൽ ഉറങ്ങിയിരിക്കുമ്പോ ശരിയാവോ? കൊള്ളാലോ. ഒരു 2 മണിക്കൂർ ഉറങ്ങുമ്പോ ശരിയാവും. 4 മണിക്കൂർ കിടത്താം. അത് കഴിഞ്ഞ് കൊണ്ടുപോകും. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊണ്ടുപോകും. 2 മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വിളിച്ചോണ്ട് വെക്കോളൂ. ഈ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റിയ കണ്ടീഷൻ അല്ലേ ഇത്? ഓട്ടോ പിടിച്ചിട്ട് വരാ ഞാൻ. അതുവരെ ഇവിടെ കിടത്തിയത്. പിന്നെ എന്ത് ചെയ്യാനാ? ചിത്തൂരും വെള്ളം ഒഴിച്ചിട്ട് വന്ന ഇങ്ങനെയാണ്. നീ ഇവിടെ ഇരുത്തിട്ട് അവിടെ പോയായിരുന്നു. എനിക്ക് തിരക്കുണ്ട്, എനിക്ക് ജോലി. ഞങ്ങളൊരു വെള്ളം അടിക്കാറില്ല. വെള്ളം അടിക്കാറില്ല ഞങ്ങളുടെ നാട്ടില്. ഞങ്ങളുടെ നാട്ടിലാരും പെണ്ണുങ്ങൾ വെള്ളം അടിക്കില്ല. ഇനി ഇത് കണ്ട് എല്ലാരും അടിച്ചോളാം. എന്നെ കണ്ടെല്ലാരും പഠിച്ചോ. എന്നെ കണ്ടിട്ട് വെള്ളം അടിച്ച എന്നെ കണ്ട് പഠിച്ചോ. മഴ, നല്ല മഴ. വാ, നമുക്കൊരു മഴ തന്നെ. വാ,
കൂടുതൽ വർത്താനം പറയാം പിടിച്ചോട് പോകും ഞാൻ പറഞ്ഞോണ്ട വേണ്ട വേണ്ട ഓയ് പോ വേണ്ട പോ ഞാനൊന്ന് പറഞ്ഞോണ്ടോ ഷോയാണ് ഇത് ഷോ ആണ് ബിഗ് എന്ന് പറയുന്നൊരു ഷോ ആണ് അങ്ങോട്ട് നോക്കി ക്യാമറ കൊണ്ട് അയ്യോ ബിഗ് ബ്രാങ്ക്സ് എന്ന് പറയുന്നൊരു ഷോ ആണ് പ്രാങ്ക് ഷോ ആണ് ഇതാണൊരു കടക്കിന്റെ മേഘം പല മനുഷ്യ പെട്ടിയിലടയ്ക്കുന്നു അവരുടെ സ്വപ്നങ്ങൾ ചുഴങ്ങുന്നു ചക്രം കറങ്ങുന്നു മനുഷ്യരെ മുറിക്കുന്നു ചക്രത്തിൽ പാടുന്നു വാതിലുകൾ പൂട്ട് നിലപാട് പൂട്ടൻ കണ്ണുകൾ ചൂടും മനസ്സുകൾ തണുത്തത് പണി പൂർത്തിയാകുമ്പോൾ ആരുമില്ലാതാകുമ്പം പണം മാത്രം ഇന്നുന്നു ജീവിതം കറങ്ങുന്നു ചക്രം മറിച്ചു തകർന്നാലോ ചെറിയ വെളിച്ചം പൊട്ടിക്കാനോ പിടിക്കണം കൈകളാ സ്വപ്നങ്ങൾ മനുഷ്യൻ തന്നെ ഒരു യന്ത്രമല്ല എന്നും ചക്രത്തിൽ പാടുന്നു ഇത് ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ കുറ്റിമുക്ക് പുന്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രാങ്കുമായിട്ട് നിൽക്കുന്നത്. രാജേഷാണ് ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചത്. രാജേഷ് മുമ്പൊരിക്കൽ വൈഫിന് പണി കൊടുത്തു. അതിനുശേഷം നമ്മളെ ഇപ്പോൾ വിളിച്ചു. ഇവിടെ എന്താണ് പ്രോഡക്റ്റ് നിങ്ങളുടെ? ഞങ്ങളെ രുചി കപ്പ പ്രോസസ്സിംഗ് യൂണിറ്റാണ്. യൂണിറ്റ് അവിടെ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുക. ഇപ്പൊ രണ്ടുപേരും കൂടെ ചേർന്ന് നേരത്തെ 5 പേരായിരുന്നു. ഞങ്ങളിപ്പോ 2 പേരായി. 2 പേരായിക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുക. അപ്പോൾ ഒരാൾ ഇത്തിരി വെള്ളം അടിച്ചു പോയി, ഫിറ്റായി പോയി, ഇത്തിരി അകത്തോട്ട് കയറ്റി കിടത്താൻ പറഞ്ഞ കിടത്താതെ ആവശ്യമില്ല. എന്ത് ഞങ്ങളുടെ സ്ഥാപനം ഗവൺമെന്റ് ഞങ്ങൾ അതിനകത്തോട്ട് കയറ്റുന്ന ഒരു കാര്യമില്ല. വെള്ളം അടിച്ചു വരുന്നവരെ കയറ്റാനാണ്. നിങ്ങളെ പോലെ ഒരു സ്ത്രീയല്ലേ ഇത്? മര്യാദയ്ക്ക് വന്നാൽ കയറ്റും, മര്യാദ കെട്ട് വന്നാൽ കയറ്റത്തില്ല. എന്തായാലും ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമാണ്. കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. ബിഗ് പ്രാങ്ക്സിന്റെ ഒരു ക്യാഷ് പ്രൈസ് ഗ്രേസൻ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കാടും വട്ടിയൂർക്കാവും നൽകുന്ന സമ്മാനം. കോശി E2 ട്രാവൽസ് ഐലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. പിന്നെ ഇത് നമ്മുടെ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യും. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ? ശരി, ഓക്കെ ഓക്കെ ചേട്ടാ. അല്ല പുള്ളിക്ക് പ്രശ്നം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത് കളഞ്ഞേക്കണേന്ന്. കട്ട് ചെയ്ത് മാറ്റും.